എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും കമൻസ് ഒക്കെ പറയണം. പിന്നെ വ്യൂസൊക്കെ ഇച്ചിരി കുറഞ്ഞ് വരുന്നു. അതെ, വ്യൂസ് തന്നെ അല്ല, കമൻസും കുറവാണ്. അതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ സേറക്കുട്ടിക്കും ദ്രോണയ്ക്കും വീഡിയോസൊക്കെ ചെയ്യാനൊരു അതെ. പിന്നെ എന്താണ്, സ്കൂളിൽ കലോത്സവമൊക്കെ എടുത്തു അല്ലേ കുഞ്ഞാറ്റെ? കലോത്സവമൊക്കെ എടുത്തു. പിന്നെ അപ്പുക്കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞതൊക്കെ ഉണങ്ങി. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉണങ്ങി, ഓക്കെ ആയി. പക്ഷേ ഇതാ ശാസ്ത്രോത്സവത്തിന് പോയപ്പോൾ ശരിയായിരുന്നെങ്കിൽ അവനും മത്സരത്തിന് പോയിരുന്നെങ്കിൽ ഉറപ്പാണ് അവന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയാനും. പക്ഷെ എന്ത് ചെയ്യാനാ, അവനും വിഷമമാണ്, എനിക്കും വിഷമമാണ്. പക്ഷേ ഈ പ്രാവശ്യം സേറക്കുട്ടി പോയി എ ഗ്രേഡ് മേടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ സേറക്കുട്ടി എന്തിനാണ് ഇന്ന് വന്നത്? എന്ത് കാണിക്കാനാണ് വന്നത്? എല്ലാവരെയും എന്തുമായിരുന്നു? സർട്ടിഫിക്കറ്റ് അല്ലേ? കാണിക്കാം, ഒരു മിനിറ്റ്. അതെ, ഇതാണ് അപ്പം നമ്മുടെ സേറക്കുട്ടിക്ക് വർക്ക് എക്സ്പീരിയൻസിൻ്റെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പം സേറക്കുട്ടിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എല്ലാവരെയും സേറക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണമെന്ന് അല്ലേ? അപ്പോൾ സേറക്കുട്ടിക്ക് അസംബ്ലിക്ക് വെച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി എന്തിനാ പോണത്? കലോത്സവത്തിന് പോകുമ്പം സർട്ടിഫിക്കറ്റിൽ എ ഗ്രേഡ് മേടിക്കുമോ? ഫസ്റ്റ് എ ഗ്രേഡ് മേടിക്കുമോ? ഉറപ്പാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ എല്ലാവരും കാണിക്കണം അല്ലേ? പിന്നെ എന്താണ്, കുഞ്ഞാറ്റ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് പോയപ്പോൾ എന്ത് ഡിസൈനാണ് ചെയ്തത്? നമുക്കൊന്ന് കാണിച്ചാലോ? അപ്പോൾ ഗായ്സ്, ഇതാണ് സേറക്കുട്ടി ചെയ്ത വെജിറ്റബിൾ പ്രിൻറ്റിങ്. ഇത് കുഞ്ഞാറ്റ വെണ്ടയ്ക്കായും ചേമ്പും തണ്ടും വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ കുഞ്ഞാറ്റ എന്താ ചെയ്തേ? 3 മണിക്കൂർ സമയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 11:30 ആയപ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റയുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ദ്രോണച്ചേട്ടായിക്ക് സാരമില്ല, നമുക്ക് കലോത്സവത്തിന് ഐറ്റംസിനൊക്കെ പോയിട്ട് വേണം അല്ലേ? കൈ മുറിഞ്ഞുകൊണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് മടക്കിക്കോ. അപ്പം കുഞ്ഞാറ്റ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ വെജിറ്റബിൾ പ്രിൻറ്റിങ്? കുഞ്ഞിനെ ആരാ പഠിപ്പിച്ചേ? ഇത് കുഞ്ഞാറ്റയുടെ ക്ലാസ് ടീച്ചർ അർച്ചന ടീച്ചറാണ് പഠിപ്പിച്ചത്. അപ്പോൾ അർച്ചന ടീച്ചറിന് ഒരു പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. കാരണം ടീച്ചർ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ പല സമയത്തും ടീച്ചറിന് പെയിൻറ്റും ഒക്കെ ചോദിക്കുമ്പം വെജിറ്റബിൾസും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തു വിടില്ല, മറന്നു പോകുമായിരുന്നു. പക്ഷെ ടീച്ചർ അതൊക്കെ ഒപ്പിച്ച് പെറുക്കി എല്ലാം മേടിച്ച് കുഞ്ഞിനെ പഠിപ്പിച്ചു അല്ലേ? നല്ലതായിട്ട് പഠിപ്പിച്ചു. ട്രെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഓർത്ത് ഇവക്കൊന്നും കിട്ടൂലെന്ന് ഓർത്ത്. കാരണം ഞാൻ ഇവിടെ വീട്ടിൽ ചെയ്യിക്കുമ്പോൾ ഇവളൊന്നും ചെയ്യൂലായിരുന്നേ. പക്ഷേ അർച്ചന ടീച്ചറെ ചെയ്യിക്കുമ്പോൾ ഇവളെല്ലാം സ്കൂളിൽ ചെയ്യും. പക്ഷെ എന്തായാലും സേറക്കുട്ടി ഫസ്റ്റ് മേടിച്ചു. അപ്പം സർട്ടിഫിക്കറ്റും കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.